വിശാലമായൊരു പോസ്റ്റാണ് ധനമന്ത്രി ഇട്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ 2 പാരഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങളെയാകെ അണിനിരത്തി പ്രതിഷേധമുയർത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് ന്യൂഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചും സംസ്ഥാനത്തിന്റെ അർഹമായ അവകാശത്തിനായി സുപ്രീം കോടതി സമീപിച്ചു. രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു. കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ന്യായമാണെന്ന് രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന നിലയുണ്ടായി. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ പാത പിന്തുടർന്ന് സുപ്രീം കോടതിയിൽ കേസ് നൽകുകയുണ്ടായി. കുറിച്ച് പറയുകയാണ്. ഒരു വശത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ റെക്കോർഡ് വർധനയുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 2020-21 സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. 23-24 ഇത് 77,000 കോടി രൂപയായി ഉയർത്താനായി. വെറും 3 വർഷത്തിനുള്ളിലാണ് 60% വർധന സാധ്യമാക്കിയത്. ഈ വർധന കൂടി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന വിരുദ്ധ നയസമീപനങ്ങൾ മൂലം കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ തകർച്ചയിലേക്ക് എത്തുമായിരുന്നു. ഇതാണ് ധനമന്ത്രിയുടെ തള്ള്.